ഡോക്ടർ ജോസ് കുട്ടി സി. ഏതാനും ദിവസം മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 2 ആഴ്ചത്തെ സമയത്തിനുള്ളിലാകും അമേരിക്ക തീരുമാനമെടുക്കുക, ഇതിൽ പങ്കാളികളാകണമോ, ഈ ആക്രമണത്തിൽ പങ്കാളികളാകണമോ എന്നത്. അതൊരു തന്ത്രമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞ് 2 ദിവസത്തിനകം അമേരിക്ക ഒരു വലിയ കടന്നാക്രമണം നടത്തിയത്? അമേരിക്ക അത് ലോകത്തോട് തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ട്രംപിൻ്റെ നിലപാട് മാറ്റം എന്നൊക്കെയുള്ളതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി എന്തുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം ഒരിക്കൽ ട്രംപ് പറയുന്നു, പക്ഷെ പിന്നീട് അതിന് ഘടകവിരുദ്ധമായി മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു? സൂചിപ്പിച്ചതുപോലെ ട്രംപിൻ്റെ പ്രസ്താവനകൾ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മൾ നിരീക്ഷിച്ചാൽ അദ്ദേഹം ഒരു സ്ഥിരമായ നിലപാടോടുകൂടി ഒരിക്കലും ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവനയുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇടപെടുക എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നത് അമേരിക്ക നേരിട്ട യുദ്ധത്തിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്നതിനെക്കുറിച്ച്, അത് എപ്രകാരം വേണം എന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ തീരുമാനം അവർ നേരത്തെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇങ്ങനൊരു ചോദ്യം നമ്മൾ അതിനുത്തരം നൽകുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി പറയേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ആണ് യുദ്ധത്തിൽ ആദ്യം ഇടപെട്ടെങ്കിലും ഏകദേശം 10 ദിവസത്തോളം ആയിരിക്കുകയാണ് യുദ്ധം തുടങ്ങിയിട്ട്. 10ാം ദിവസമാണ് അമേരിക്ക ഇടപെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്ക നടത്തുന്നൊരു യുദ്ധമാണ്. ഇസ്രായേൽ അത് മുന്നിൽ നിന്ന് നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അമേരിക്ക ഇതിൽ നേരിട്ട് ഇടപെട്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനെ നമ്മളതിൻ്റെ വിശാലാർത്ഥത്തിലും ചിത്രത്തിലും പരിശോധിക്കുമ്പോൾ പറയാൻ പറ്റുക. അമേരിക്കയുടെ സമ്മതമില്ലാതെ, അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക്, പ്രത്യേകിച്ചും ഇസ്രായേൽ ഹമാസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പൂർണ്ണമായ സമ്മതത്തോടും അറിവോടും കൂടിയാണ് ഇസ്രായേൽ 10 ദിവസം മുമ്പ് ഇറാനെ പെട്ടെന്നൊരു ദിവസം ആക്രമിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. ട്രംപ് ഇത്തരത്തിലുള്ള ചില വാദങ്ങളും അഭിപ്രായങ്ങളും അപ്പോഴും ഡോക്ടർ ജോസ് കുട്ടി, ഇപ്പം നമുക്കറിയാം ഈ ആക്രമണം തുടങ്ങിയ സമയത്ത് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവന ഇതിൽ അമേരിക്ക പങ്കാളിയേ അല്ല എന്നതായിരുന്നു. അപ്പോഴതൊന്നും ശരിയായിരുന്നില്ല എന്നൊരു സംശയം കൂടി ഉയർത്തുന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഇടപെടൽ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇറാൻ ഒറ്റയ്ക്ക് ആ പ്രദേശത്ത് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ യുദ്ധത്തിൽ നേരിടാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തുറന്ന വാറല്ലേ ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയത്? അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം പോകുമ്പോൾ വളരെ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ. അത് പൂർണ്ണമായും അമേരിക്കയുടെ സമ്മതത്തോടു കൂടിയാണ്, അനുവാദത്തോടു കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ആദ്യഘട്ടങ്ങളിൽ അമേരിക്ക അല്പം വെയിറ്റ് ചെയ്തിരുന്നു എന്നത് ശരി തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അങ്ങനെ വന്ന മിസൈലുകളെയൊക്കെ തടഞ്ഞു നിർത്തുന്നതിൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സൈനിക സഹായം ഇസ്രായേലിന് ലഭിച്ചതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ നേരിട്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെയധികം കുറയ്ക്കുവാൻ സാധിച്ചതെന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. മറ്റൊന്ന്, ട്രംപ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തമല്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു? ഇന്നലെ നമ്മൾ കണ്ടു, യൂറോപ്യൻ യൂണിയൻ ജനീവയിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും മറ്റുമൊക്കെ ചർച്ച നടത്തി. അപ്പോൾ അവരെ ഒരു ചർച്ചയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ അണുവായുധങ്ങൾ പൂർണ്ണമായും നശീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച യൂറോപ്യൻ രാജ്യങ്ങളുമായി നടന്നപ്പോൾ അത് പരിപൂർണമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ട്രംപ് ഈ കഴിഞ്ഞ 10 ദിവസം യുദ്ധത്തിൽ നേരിട്ട് ഇടപെടാതെ ഇസ്രായേലിൻ്റെ അക്രമം കൊണ്ട് തന്നെ ഇറാനെ ആണവായുധങ്ങൾ വേണ്ട എന്ന് വപ്പിക്കുന്ന ഒരു കരാറിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കൊടുക്കുകയായിരുന്നു. ആ സമയത്തിനുള്ളിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയും തങ്ങളുടെ ആണവശേഷി അല്ലെങ്കിൽ അണുവായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫ്രീസ് ചെയ്യാം, നിർത്തിവെക്കാം, അത്തരമൊരു കരാറിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അപ്പോൾ ആ ശ്രമങ്ങൾ പരാജയപ്പെടുത്തപ്പെട്ടിടത്തു നിന്നാണ് അമേരിക്ക പെട്ടെന്ന് ഇടപെടാൻ ശ്രമിച്ചത്. അത് മാത്രവുമല്ല, ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർ വിചാരിച്ചിരുന്നത് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി, അതായത് ടെൽ അവീവിലെ ആശുപത്രികൾ, മറ്റ് സൈനിക സന്നാഹങ്ങൾ, ഹൈഫ പോർട്ട്, അങ്ങനെ ഈ ഇസ്രായേലിൻ്റെ തന്ത്രപരമായിട്ടുള്ള ഇസ്രായേൽ വലിയ നാശനഷ്ടങ്ങൾ വരുന്ന രീതിയിലുള്ള ആക്രമണം തിരിച്ചു നടത്തുവാൻ ഇറാന് കഴിഞ്ഞിട്ടുള്ളതും കാര്യങ്ങൾ ഇനി നീണ്ടുപോയി കഴിഞ്ഞാൽ അത്ര ഭംഗിയല്ല എന്ന് അമേരിക്കയ്ക്കും
ഇസ്രായേലിന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമേരിക്ക പെട്ടെന്ന് ഇടപെട്ടിട്ടുള്ളത്. ഇവിടെ അമേരിക്ക ബോംബിട്ടിരിക്കുന്നത് അവരുടെ ഭൂമിക്കടിയിലുള്ള ഫൊർദോ ന്യൂക്ലിയർ നിർമ്മാണ കേന്ദ്രത്തിലും അവരുടെ സംവിധാനത്തിലും അതുപോലെ മറ്റ് 2 ആണവ ശേഷി കേന്ദ്രങ്ങളിലുമാണ്. പക്ഷേ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള എന്തുകൊണ്ട് അമേരിക്ക ഇത്തരത്തിലൊരു നിലപാട് എടുത്തു എന്നുള്ളത്, ഇനി ഇസ്രായേലിനെ പിടിച്ചു നിൽക്കുവാനുള്ള ശേഷി വളരെ കുറവാണെന്നും അതുമാത്രവുമല്ല ഇനി കൃത്യമായും ഇറാൻ പൂർണ്ണമായും ദുർബലമായിരിക്കുന്നൊരവസ്ഥയാണ്. അവർക്ക് പിന്നെ എത്ര ശക്തമായി തിരിച്ചടിച്ചാലും, അമേരിക്കയുടെ മിലിറ്ററി ബേസുകളെ അടിച്ചാലും അല്ലെങ്കിൽ ഹോർമീസ് കടലിടുക്കിലും ഒക്കെ ഇടപെട്ടാലും ഇറാൻ വളരെ സമ്മർദ്ദത്തിലാണ്. അവർ ക്രമേണ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരും. പെട്ടെന്ന് പോകുമെന്നല്ല ഞാൻ പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് ഇറാൻ പോകേണ്ടി വരും. കാരണം ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. അവരുടെ നിഴൽ സംഘങ്ങൾ വളരെ ദുർബലമാണ്. ഇറാൻ്റെ ആയുധശേഷിയിലും പരിമിതികൾ ഉണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക നേതൃത്വം എല്ലാം തന്നെ കുറേയധികം ആൾക്കാരെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ വളരെ സമ്മർദ്ദത്തിലായതുകൊണ്ട് ഒരു നയതന്ത്രപരമായ പരിഹാരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇറാനെ അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അവർ ചർച്ചയിലേക്ക് കൊണ്ടുവരുമല്ലോ. ഏതൊരു രാജ്യമാണെങ്കിലും ദുർബലമായി കഴിയുമ്പോൾ, പരാജയപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി അവർ ചർച്ചയ്ക്ക് വരികയും മറ്റുള്ളവർ ഇക്കാര്യത്തിൽ അമേരിക്കയും ഇസ്രായേലും പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ഇറാൻ ഒരു പരിധിവരെയെങ്കിലും ചർച്ചയിലേക്ക് കുറച്ചും കൂടെ കഴിയുമ്പം പോകേണ്ടതായിട്ടും വരും. അതങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഏറ്റവും പറ്റിയ അവസരമായിട്ട് അമേരിക്ക ഇതിനെ കണ്ടു. മാത്രമല്ല, ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരമൊരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇന്ന സമയത്ത് ഇത്ര സമയത്ത് ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ സ്വാഭാവികമായിട്ടും തന്ത്രപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. ഇതിനു മുമ്പും അമേരിക്ക നടത്തിയിരിക്കുന്ന യുദ്ധങ്ങളിലൊക്കെ തന്നെയും അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട്, പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു അക്രമം, അതിന് ഒരു പരിധിവരെ വേണമെങ്കിൽ നമുക്ക് ഒരു വളരെ നഗ്നമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടത്തിക്കൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട്